യാമിനി, താൻ എന്താ അവിടെ നിൽക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ, ഈ വലിയ വീട് മുഴുവൻ എന്റേതാണ്. എന്ന് പറഞ്ഞാൽ തന്റെ വീട്. തനിക്ക് എവിടെ വേണമെങ്കിലും പോവാം. തന്നെ ആരും തടയില്ല. ഒരുപാട് കാലത്തിന് ശേഷം എന്റെ മനസ്സൊന്ന് തണുത്ത ദിവസമാണ്. തനിക്കറിയോ, എത്രയോ രാത്രികളിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. തനിക്കൊന്നും അറിയില്ല, ആർക്കും അറിയില്ല. സൂര്യ കരയുന്നത് ആരും കണ്ടിട്ടില്ല. കാണിക്കില്ല എന്ന് തീരുമാനിച്ചതാ ഞാൻ. കരയിപ്പിച്ചവരുടെ മുമ്പില്, വേദനിപ്പിച്ചവരുടെ മുമ്പില് എനിക്ക് ചങ്കൂരത്തോടെ നിൽക്കണമായിരുന്നു. പെട്ടെന്നൊരു താലിച്ചരടെടുത്ത് തന്റെ കഴുത്തിൽ കെട്ടിയപ്പോ അവിടെ നിന്നിരുന്ന ആളുകൾക്ക് മുഴുവൻ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്താ സംശയം? ആ കാർത്തികേയനുണ്ടല്ലോ, തന്റെ നാട്ടിലെ നാളികേര കച്ചവടക്കാരൻ. അവൻ വിളിച്ചു പറഞ്ഞതുപോലെ ഞാനും താനും തമ്മില് എന്തെങ്കിലും രഹസ്യ ബന്ധമുണ്ടോന്ന്. ഉണ്ടോ? നമ്മൾ തമ്മിൽ ഒന്നുമില്ല. എനിക്കൊരിക്കലും തന്നോട് ഒരു പ്രണയവും തോന്നിയിട്ടുമില്ല. പിന്നെ ഈ താലി വെറും താലിയല്ല, എന്റെ അമ്മയുടെ അഹങ്കാരത്തിന് മുകളിൽ ഞാൻ വെച്ച റീത്ത. തന്റെ കഴുത്തിൽ ഈ താലി വീണ നിമിഷം എന്റെ അമ്മയുടെ മുഖം കണ്ടില്ലേ താൻ? അത്രയും നേരം അളകാപുരിയിലെ പത്മ എന്ന് പറഞ്ഞ് നടന്നിരുന്ന പെൺസിംഹം തല താഴ്ത്തി കണ്ണ് കലങ്ങി പോയത് കണ്ടില്ലേ താൻ? അതായിരുന്നു എനിക്ക് വേണ്ടത്. താങ്ക്സ് നന്ദിനി. എന്റെ അമ്മയെ തോൽപ്പിക്കാൻ എന്നെ സഹായിച്ചത് താനാണ്. സോ ഐ ആം വെരി താങ്ക്സ്ഫുൾ ടു യു. തനിക്ക് എവിടെ പോണം? തനിക്ക് എന്തൊക്കെ വാങ്ങിക്കണം? എത്ര പണം ചെലവാക്കണം? ഒരാളോട് ചോദിക്കുക പോലും വേണ്ട. ഇതാ ഈ മേശവലിപ്പ് തുറന്ന അതിനകത്ത് നിറച്ചും പണമാണ്. തനിക്കെടുക്കാം, ചെലവഴിക്കാം. ഒരു രാജകുമാരിയെ പോലെ തനിക്ക് ഇവിടെ ജീവിക്കാം. തന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഉള്ളത് കൊണ്ട് തന്റെ വീട്ടിൽ സുരക്ഷിതമായിട്ട് കഴിഞ്ഞിരുന്ന തന്റെ ക്യാരക്ടർ. ഐ ലൈക്ക് ഇറ്റ്. ഐ റെസ്പെക്ട് ഇറ്റ്. സോ ഇനിയുള്ള ദിവസങ്ങളിൽ ആ റെസ്പെക്ട് എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. തനിക്ക് ഈ മുറിയിൽ ഉറങ്ങാം. ഈ മുറിയിലെ എല്ലാ സാധനങ്ങളും തനിക്ക് ഉപയോഗിക്കാം. പക്ഷേ എന്റെ ഒരു ചൂണ്ടുവിരൽ തന്റെ ദേഹത്ത് തൊടില്ല. അത് സൂര്യയുടെ വാക്ക്. പിന്നെ ഒരു കാര്യം, ഈ മുറിയുടെ വാതിലിന് പുറത്തേക്ക് ഇറങ്ങിയ ഞാനും താനും ഭാര്യാഭർത്താക്കന്മാരാ. ഈ മുറിയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ സൂര്യ, താൻ മാലിനി. അത്രേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള ബന്ധം. സോറി. പിന്നെ എന്റെ അമ്മ മാത്രമല്ല, വിഷം ചീറ്റുന്ന സർപ്പങ്ങൾ ഈ വീട്ടിലകത്ത് വേറെയുണ്ട്. അവരാരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ, നിന്നെ ഏതെങ്കിലും രീതിയിൽ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ ഒരൊറ്റ വാക്ക് എന്നോട് പറഞ്ഞാൽ മതി. തനിക്ക് ഞാനുണ്ട്. തനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഞാനുണ്ട്. ബിക്കോസ് താൻ എന്നെ ഹെൽപ്പ് ചെയ്തു. എന്റെ പ്രതികാരം മുഴുവൻ തീർക്കാൻ താൻ എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ
കഴുതി കിടക്കുന്ന ഈ താലി ഉണ്ടല്ലോ, അതിന് ആളുകൾ പറയുന്ന മഹത്വമൊന്നും ഇല്ലെന്നേ. ഒരു സ്വർണ്ണ കഷ്ണം അത് വേണമെങ്കിൽ എനിക്ക് കഴുത്തിലിടാം, വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വലിച്ചെറിയാം. കാര്യങ്ങൾ എങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ തുടങ്ങിയ നമ്മുടെ കണ്ണുകളിൽ പുതിയൊരു വെളിച്ചം വരും. ഞാൻ പറയുന്നത് പത്മിനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ലോകത്തിലെ ഏറ്റവും സ്വതന്ത്രയായ ഭാര്യയാണ് ഇന്ന് മുതൽ പത്മിനി. ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവാനായ മനുഷ്യനാണ് ഇന്ന് മുതൽ ഞാൻ. എന്റെ അമ്മയെ തോൽപ്പിച്ച് ഞാനൊന്ന് ജയിച്ച ദിവസം. സോ എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം. റിലാക്സ് ചെയ്യണം. Thank you, Malini. Thanks. I am the happiest man in this world. Malini, I am so happy. ഇന്നിനിപ്പോ എത്ര കൾ കുടിച്ചാലും ഞാൻ ഉറങ്ങില്ല. ഈ അവഗണിക്കപ്പെട്ടവരുടെ മനസ്സിന്റെ വേദന എനിക്ക് നന്നായിട്ട് അറിയാം.